ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചി അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വരണം. അയ്യോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലക്ഷ്മിക്ക് എമർജൻസിയായി കുറച്ച് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടാവണം, അതുകൊണ്ടാ. ഞാൻ വരാം ഡോക്ടർ. അച്ഛ ചേച്ചി നമ്മുടെ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ സന്ദീപിന് പറ്റുമോ ഇനി അവളെ തിരിച്ചു കൊടുക്കാൻ? എടോ, ഞാനും തന്നെക്കാൾ കൂടുതൽ അവളെ സ്നേഹിച്ചു പോയി. എന്നാലും അർച്ചനയെടുത്തി ഒരെന്നാലും ഇല്ല. ഞാനിനി ആർക്കും എന്റെ കുഞ്ഞിനെ തിരിച്ചൊന്നും കൊടുക്കില്ല. അതിന് അർച്ചനയെടുത്തോടെ നമ്മൾ കാണിക്കുന്ന ക്രൂരതയാവില്ലേ അത്? നമ്മുടെ മോളാണെങ്കിലും ഏട്ടത്തിയുടെ മോളായിട്ടല്ലേ വളർന്നത്. ഏട്ടത്തി അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കും അറിയാലോ. ആ നിലയ്ക്ക് നമ്മൾ ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ആ കുഞ്ഞിനെ പിടിച്ചു വാങ്ങുന്നെന്ന് ഏട്ടത്തിക്ക് തോന്നരുത്. ഏട്ടത്തിയുടെ പൂർണ്ണമായ മനസ്സോടെ വേണം നമ്മൾ ഈ കുഞ്ഞിനെ തിരിച്ചു വാങ്ങാൻ. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലായോ? ഇനി എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതിന് അപ്പൊ ഇത്രയും നാൾ നമ്മൾ വളർത്തിയ കുഞ്ഞോ? ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ശിവരാമേട്ടൻ വരുമെന്നല്ലേ പറഞ്ഞത്? അയാള് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വരുമായിരുന്നെങ്കിൽ ഇതിനോടകം അയാൾ വരുമായിരുന്നു. സന്ദീപ്, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ശിവരാമേട്ടൻ കൊണ്ടുപോയില്ലെങ്കിൽ ആ മോളെ ഞാൻ തന്നെ വളർത്തും. അതും എന്റെ മോളായിട്ട് തന്നെ. ചേച്ചിയും അനീതിയായിട്ട് അവര് ഈ വീട്ടിൽ തന്നെ വളരട്ടെ. പിന്നെ നീ അത്യാവശ്യമായിട്ട് വൃന്ദാവനത്തിലൊന്ന് പോണം. എന്തിന്? അച്ഛ ചേച്ചിയോട് നമ്മുടെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോരുതെന്ന് പറയണം. എന്താ നിനക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ പറയുക? അതിന് നിങ്ങനെ ധൃതി പിടിക്കാതെ നമുക്ക് സമാധാനപരമായിട്ട്. സന്ദീപേ, എന്റെ മോളെ എനിക്ക് തിരിച്ചു വേണം. അവളെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. അച്ഛനെവിടെ പോകുന്നു? ഒരിടം വരെ. വാ, നീ ഉറങ്ങ്, നമുക്ക് ഒരുമിച്ച് പോവാം. അച്ഛനെന്താ പതിവില്ലാതൊരു സർപ്രൈസ് മൂഡില്? അതല്ലേ ഇപ്പൊ ട്രെൻഡ്. നിനക്ക് വേറെ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിലേ റെഡി ആയിട്ട് വാ, നമുക്ക് പോവാം. എവിടെ പോവാനാ അച്ഛാ? ഒന്ന് പറ. വൃന്ദാവനത്തിലേക്ക്. അല്ലാതെ എവിടെ? അതല്ലേ നിന്നെയും കൂടി വിളിച്ചത്. രാവിലെ മുതൽ അർച്ചനയും കുഞ്ഞുമോളെയും കാണാതെ ഇരിപ്പുറയ്ക്കുന്നില്ല. ശരി, എന്നാ ഞാൻ വേഗം പോയി ഡ്രസ് മാറിയിട്ട് വരാം. ഓ, ഇനി അതൊന്നും വേണ്ട. നിന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ, ഈ വേഷമൊക്കെ മതി. വേഗം വണ്ടി എടുക്കടാ. അച്ഛനിങ്ങനെ ധൃതി പിടിക്കാതെ. ഏതായാലും പോവല്ലേ, എന്നാ പിന്നെ എല്ലാരും കൂട്ടി അങ്ങ് പോയാലോ? അതിന് ധനുഷും സന്ദീപും പ്ലൈവുഡ് ഫാക്ടറിയുടെ പണി നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുമല്ലേ. ഓ, ഇവിടെ ആതിരെ അനക്കയും സ്നേഹയും മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് അവരെയും കൂട്ടിക്കൊണ്ടുപോവാം. അവരെ കൂട്ടാതെ നമ്മൾ മാത്രം പോയാലേ നമ്മളെ അവളുമാര് റോക്കറ്റ് കയറ്റി ചന്ദ്രനിലേക്ക് അയക്കും. അച്ഛൻ നിക്കേ, ഞാൻ അവരോട് ചെന്ന് വേഗം റെഡിയായിട്ട് വരാൻ പറയും. ആതിരേ, അനകേ, സ്നേഹേ, എല്ലാരും വേഗം റെഡി ആയിക്കേ.
അവള് കുഞ്ഞുങ്ങളെ രണ്ടുപേരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നീ ഇപ്പൊ ആരോടും ഫോണിൽ സംസാരിക്കാൻ നിൽക്കണ്ട. വേഗം ചെന്ന് കാർ എടുക്ക്, നമുക്ക് പോവാം. അച്ഛാ ഒരു മിനിറ്റ്, ഇതേ ഒരു എമർജൻസി കോളാ. ഹലോ, എന്താ ഡോക്ടർ? സച്ചി അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വരണം. അയ്യോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലക്ഷ്മിക്ക് എമർജൻസിയായി കുറച്ച് ടെസ്റ്റുകളും സ്കാനിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടാവണം, അതുകൊണ്ടാ. ഞാൻ വരാം ഡോക്ടർ. ശരി. ശരി ഡോക്ടർ. എടാ മതിയടാ, നീ വരുന്നുണ്ടോ? ആതിരമോളെ വേഗം ഇറങ്ങ്, വാ നമുക്ക് പോവാം. അച്ഛാ, എനിക്കിപ്പോ നിങ്ങളുടെ കൂടെ വൃന്ദാവനത്തിലേക്ക് വരാൻ പറ്റില്ല. അതെന്താ? അത് ഒരു അത്യാവശ്യം. ഒരു ഫ്രണ്ടിന് പെട്ടെന്ന് വയ്യാതായി. എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ പോവും? ഏട്ടനല്ലേ ഞങ്ങളെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞ് വിളിച്ച് റെഡിയാക്കി ഇറക്കിയത്. എന്നിട്ടിപ്പൊ ഇങ്ങനെ കാലം മാറിയാലോ? എന്തൊരു കഷ്ടം സജ്ജേട്ടാ. മോളെ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ ഒന്ന് വൃന്ദാവനത്തിൽ കൊണ്ട് വിട്ടിട്ട് പൊയ്ക്കോ. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ആശുപത്രി ചെന്നില്ലെങ്കിൽ ആകെ കുഴയുമല്ലോ. അയ്യോ, അത് പറ്റില്ല. വേഗം പോയേ പറ്റൂ. ആശുപത്രിയിലെ കാര്യോ? സന്ധ്യ വന്നെന്ന് തോന്നുന്നു. നിങ്ങള് അവന്റെ കൂടെ പൊയ്ക്കോ. അല്ല, നിങ്ങളെല്ലാരും കൂടി എങ്ങോട്ട് പോവാ? ഞങ്ങളെല്ലാരും കൂടിയല്ല, നിങ്ങളെല്ലാരും കൂടിയാ പോകുന്നേ. ഞാനോ? എങ്ങോട്ട്? അതൊക്കെ പറയാം. നിന്റെ വണ്ടിയുടെ താക്കോലിങ് വന്നേ. താടാ. എന്നാ ശരി, പോട്ടെ വെച്ചാ.